ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നുണ്ട് വയനാട്ടിലേക്കാണ്. അതായത് നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നമ്മളിന്ന് വയനാട്ടിൽ പോകുന്നു. അപ്പോൾ നമ്മൾ ആണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യും. കാരണം അന്നേരത്തേക്ക് ഈ വീഡിയോ എടുക്കാൻ തന്നെ പാടുന്നു. കാറിൻ്റെ വിൻഡോ സീറ്റ് ഇരുന്നു. അപ്പോൾ ഈ നടുവൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് പാടായി എടുക്കാൻ. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നു. വെൽക്കം ടു വയനാട് ബ്ലോഗ്. പോണെന്ന് പറയാൻ മറന്നു. നമ്മളെന്താ പോകണ അറിയാം. നമ്മൾ വയനാട്, അതായത് വയനാട്ടിൽ എൻ്റെ മൂത്താപ്പാൻ്റെ മോളെ വരണ്ട്, ഔട്ട്ക്കിന് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകണേ. അപ്പോൾ അതൊരു കണ്ടൻ്റായി വീഡിയോ ആയി ക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അടുത്ത വീഡിയോ മതി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങിയത് പറഞ്ഞാൽ ഒരു 5:15 5:30 നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇത് കോട്ടക്കൽ അമ്പലത്തിൻ്റെ അടുത്താണ്. ഇതാണ് കോട്ടക്കൽ അമ്പലം. അങ്ങനെ നമ്മളിത് ആ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. അതായത് ചെങ്കോട്ടി ആ മെയിൻ റോഡ് ഒരു ജംഗ്ഷൻ്റെ അടുത്ത്, അതായത് അൽമാസിൻ്റെ ആ ഭാഗത്ത് പോകണം. ആ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു പെട്രോൾ പമ്പ് കയറി. കാരണം വണ്ടിയിൽ എണ്ണ അടിച്ചിട്ടുണ്ടേ, എണ്ണ അടിച്ചാലേ അവിടെയൊക്കെ പോകാൻ പറ്റുള്ളൂ, അല്ലേ വണ്ടി തങ്ങൂലേ. അത് വിചാരിച്ച് നമ്മൾ എണ്ണ അടിച്ച വണ്ടി കയറിയിട്ടാണ്. അങ്ങനെ അവിടുന്ന് എണ്ണ കടിച്ച് നമ്മൾ നേരെ നാഷണൽ ഹൈവേ 66 കയറിയിട്ടുണ്ട്. 66 പ്രൊണൗൺസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 66 നാഷണൽ ഹൈവേ 66 ആ സ്ഥാനത്തേക്ക് ഇവിടെ കുറേ ബോർഡൊക്കെ കാണാം ഞങ്ങൾക്ക്. മുംബൈ, കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, തിരൂർ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഈ രാവിലെ ഇതിൽ പോകാൻ പ്രത്യേക ഒരു വൈബാട്ടാം. അതായത് ആ തണുപ്പും എൻ്റെ മോനെ രസമായിരുന്നു ഇതിൽ ഇങ്ങനെ പോകാൻ. ഒരു ബൈക്കൊക്കെ പോകുന്നുണ്ട്. സത്യം അതിൽ ബൈക്കിന് പോകാൻ പാടില്ല. വേറെ കാര്യം, അപ്പോൾ നമ്മൾ 100, 110, 120 പറപ്പിച്ച് വിടുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ കുറേ അൽവ ബസാറിൻ്റെ കിട്ടാം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സ്ഥലത്തുണ്ട് അൽവ ബസാർ. ഞാൻ ഒരു 5-6 കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ അൽവ ബസാറും കണ്ട് ഇങ്ങനെ മെയിൻ റോഡിൽ കൂടി പോകുമ്പോൾ നമ്മളെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. ആകാശം നോക്കി എന്ത് രസമാണ് കാണാനും. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഗ്യാസ് വണ്ടി ഉണ്ട്, വണ്ടി. അപ്പോൾ നമ്മൾ കണ്ട ആകാശമൊക്കെ ഇങ്ങനെ കളഞ്ഞു വരുന്നു. ഇടയിൽ കൂറ്റൻ ബിൽഡിങ്. അതായത് നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അതായത് പെട്ടെന്നാണ് പോകുന്നുണ്ട്. നല്ല 100-110 അല്ലേ. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ പെട്ടെന്ന് എത്തും. നമ്മളെ ഹൈവേ കൂടി ഉപയോഗിക്കണം. അതുകൊണ്ട് നമുക്ക് ഏതൊരു ഇത് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇവിടെ എത്തി. അതിൻ്റെ ഇടയിൽ ഇത് അമ്പത് വിളിച്ചപ്പോൾ അമ്പത് തിരിഞ്ഞു നോക്കിയാണ്. ഞാൻ ചെറുച്ചനൊക്കെ ഉണ്ട്. ഇവിടെ ഏതാ മക്കളെ, വിശ്വനൊന്നും ഇരട്ടെ ഞാൻ. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് അതായത് ഇത് ഒരു ലോങ് നല്ല ഇതുണ്ട്, ലെങ്ത് ഉണ്ട് ഈ വീഡിയോ. ഞാൻ വെട്ടി ചുരുക്കിയതാണത്. വലിയൊരു വീഡിയോ ഒന്നും എങ്ങനെയൊക്കെ വെട്ടി ചുരുക്കി നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പ് മാത്രം എടുത്ത്. ഇത് കണ്ടാം അതിൽ കൂടി പോകുമ്പോൾ നമുക്ക് സ്പീഡ് മനസ്സിലാവില്ല. അതാ ഈ ബോർഡ് ഉണ്ടല്ലോ ഇവിടുത്തെ, മറ്റേ ചുവപ്പും വെള്ളയും കറുപ്പും വെള്ളയും നമുക്ക് നോക്കിയാലേ സ്പീഡ് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടി ഇതൊരു കാക്ക ബാക്കോലായിട്ട് പിടിക്കൊക്കെ പോകുന്നുണ്ട്, ചില മാങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ മുമ്പ് പോകണ ചങ്ങായി മീൻവണ്ടി, അയാളെ ഒട്ടമ്മ ഒരു കാക്കച്ചിങ് ഇരുന്നു കേട്ടാ. അയാൾ പോകുമ്പോൾ ആ കാക്കച്ചിങ്ങനെ ഒപ്പുണ്ട്. ആ കാക്കച്ചി വല്ല മീനും പൊക്കിയാണ്ടാണ് പോയി. അയാൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജും കഴിഞ്ഞ് മുമ്പിലൊരു മരവണ്ടി ഉണ്ട്, അതിനെ വെട്ടിച്ചണമെന്നാണ് നമ്മുടെ ടാസ്ക്. അതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ജുറൈജ് ഇവിടെ ഛർദ്ദിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ എത്രത്തോളം ഛർദ്ദിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ നേരെ നൈസ് വണ്ടിക്ക് തന്നെ കയറിയാണ്ട് ഇടാൻ പോയി. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് ഇങ്ങനെ പോവാണ്. നല്ല അടിപൊളി കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സൂര്യനൊക്കെ പൂർണ്ണമായും ഉദിച്ച ശേഷം നമ്മൾ വീണ്ടും വീഡിയോ എടുക്കൽ ആരംഭിച്ചു. ഇപ്പോഴാണ് നല്ലപോലെ ഒരു ക്ലിയർ കിട്ടിയത്. കാരണം നേരത്തെ അങ്ങനെ ഒരു ഗ്രെയിനൊക്കെ വന്നിരുന്നു. അതൊക്കെ നമ്മൾ നോയ്സ് റിഡക്ഷൻ ഇത് റെഡി ചെയ്യണേ. അതിൻ്റെ അടി കൂടി ഒരു ചെങ്ങായി ഉണ്ടാവും, മുമ്പ് ഇപ്പോൾ ചാടുണ്ടാവും. നോക്കിയോണ്ടി ഓണടിച്ചപ്പോൾ അയാളാണ് നെട്ടിക്കണ്. വടിയും കോലൊക്കെ പിടിച്ച് തരും, ഇവിടുന്ന് ഇരുന്നേ അറിയില്ല. അങ്ങനെതാവാൻ പിന്നെയും ഛർദ്ദിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ യാത്രയിൽ ഫുള്ള് ഛർദ്ദിക്കാൻ തന്നെയാണ് പണിയും. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും. ഞാൻ യാത്രക്ക് കണ്ട് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി കയറി. ഇതന്നെ നമുക്ക് ഇതിലൊരു പണിയാണ്. അടപ്പേന്നു ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങല്. അങ്ങനെ നമ്മൾ വണ്ടി കയറി വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അന്തു എത്താടെ ചെങ്ങനെ ഛർദ്ദിക്കണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മളിതാ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ബാക്ക് പിടിച്ച് നല്ല മനോഹരമായ കാഴ്ചയും പിടിച്ച്
ആ ബസ്സിനെയും ഓവർടേക്ക് ചെയ്ത് ബസ്സിന് മുമ്പിലേക്ക് ചാടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ചുരത്തിൻ്റെ അടുത്തെത്താനായിരിക്കുന്നു എന്നതിൻ്റെ അടയാളാണ് ഈ കാണുന്നത്. കാരണം ഇവിടെ കുറച്ച് ഇത്തിരി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം എന്താ അവിടെ മല ഉണ്ടാകും ചുരം, അവിടെ ശരിക്കും വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഈ വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് നമുക്കറിയില്ല. ഒരു റബ്ബർ റബ്ബർ തന്നെയാണ്. അതിൻ്റെ അടി കൂടി നമ്മളിതുവരെ ഗ്ലാസ് കൂട്ടിയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ ഇതാ കളർ ചേഞ്ചാണ്. ഗ്ലാസ് ഒരു മങ്ങിയാണ്ട് കയറി. കാരണം നമുക്ക് എ സി പറ്റില്ല പറഞ്ഞപ്പോൾ എ സി ഓഫാക്കിയപ്പോൾ ഗ്ലാസ് കത്തിയാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം എടുത്തെത്താനിട്ടുണ്ട്. കാരണം ആ മലയൊക്കെ നമ്മളെടുത്ത് കയറിനെങ്കിൽ നമുക്ക് കാണാണ്ട് അവിടെ മഞ്ഞുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു റബ്ബർ കാട് ഇതിങ്ങനെ നിരന്നെടുക്കണത് ആ കണ്ട മല ഉണ്ടില്ലേ. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ മലയും പിന്നെ വ്യൂ ഉണ്ടല്ലോ, ആ മലൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ, അമേരിക്ക തേയിലത്തോട്ടം, അതൊക്കെ ഇവിടുത്തെ വൈബ്. പിന്നെ ആ തണുപ്പും കൂടി വരുമ്പോൾ അടിപൊളി. ആ റോക്ക് ഫോർമേഷൻ കണ്ടോളും ഇങ്ങനെ ഒരു ഒളിച്ചു കാണ്ടുള്ള മരക്കത്ത്. അതിൻ്റെ ഇടയിൽ ഈ ചട്ടിയും മരം വന്നപ്പോൾ ആകെ കൊളായി. ഒരു പള്ളീൻ്റെ മിനാരൊക്കെ നൈസായിട്ട് ക്ലിപ്പ് എടുത്താണ്ട് ഷോട്ട് എടുത്താണ്ട് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചുരത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ആ റോട്ടിലെത്തിയിട്ടുണ്ട്. ഈ കടകളൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഫുള്ള് ഇങ്ങനെ മതിലുമ പുല്ലുപിടിച്ചില്ലേ, അതേമാതിരി പിടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ അടി കൂടി ആ സൂര്യ നമ്മളെ മേത്തുക്കും സൂര്യ വിളിച്ചയ്യാം സൂര്യപ്രകാശം മേത്ത് കുത്തിയപ്പോൾ ആ തണുപ്പും ആ ചൂടും കൂടി നല്ല വൈബ് ചെയ്യുന്നു. ഇതാ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ചുരത്തിൻ്റെ ഏറ്റവും താഴത്തെത്തിയപ്പോൾ തന്നെ നമുക്ക് കുരങ്ങന്മാരെ കാണാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് മുകളിലെത്തിയിട്ട് ഞാൻ ഇതിങ്ങനെ കട്ടായി എടുക്കുന്നത് വലിയൊരു വീഡിയോ അല്ലേ. അപ്പോൾ ഓരോ ചെറിയ നമ്മൾ നല്ല കാഴ്ചകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതേമാതിരത്തെ വ്യൂ പോയിൻ്റ്, മല, മൂടൽമഞ്ഞയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് അവിടെ ഉണ്ടാവും. അവിടെ നിറച്ച് പെര എന്താണെന്നൊന്നും അറിയില്ല, നല്ലപോലെ ക്ലിയർ ആവണിയോ അങ്ങനെ ആണ് നിറച്ച് മരം. അവിടെ ഒരു റിസോർട്ടോ അങ്ങനെ എന്തോ പറ്റാണ്. എനിക്ക് റിസോർട്ടാണ്. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, റിസോർട്ട് അങ്ങനെ എന്തോ പറ്റാണ്. ഒരു ചോപ്പതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ചുരത്തിൻ്റെ ഏകദേശം നാലാമത്തെ എയർപിൻ വളവിലെത്തിയിട്ടുണ്ട്. അവിടെ കാടൊക്കെ ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വ്യൂ ആണ് നല്ല. ഇവിടെ ഒരു കല്ലൊക്കെ ഒന്നാണ് ഇടിഞ്ഞാടിയുണ്ട്. അവിടുന്ന് മേലെ നിന്ന് ഇടിഞ്ഞാടിയുണ്ട്. താഴത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പാറമെന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ മച്ചാന്മാരെ നമ്മൾ വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡൊക്കെ കഴിഞ്ഞ് വയനാട്ടിലേക്ക് ഡയറക്റ്റ് കടന്നിരിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുമ്പോൾ ആ വഴി നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം എന്താ പറയുക, നമ്മൾ ആണ്ട് പോയിട്ട് പറഞ്ഞാൽ കുറേ ആയി. അതായത് ഈ വണ്ടി ഓടിച്ചണിയേ അതിൻ്റെ മൂത്താപ്പാൻ്റെ മോനാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസം പോകാതെ പോകുമ്പോൾ നമ്മൾ തീർച്ചയായും വയ്യാർക്കും. കാരണം ദൂരത്തുകളാണ്. അത് അത്രയും എന്നും പോകണമെങ്കിൽ നമ്മൾ മറക്കൂല. കുറേ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ മറക്കും. അങ്ങനെ മറന്നിരുന്നു. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിരുന്നു പോയിന്ന്. അവിടെ ഇവിടെയൊക്കെ തങ്ങിയിരുന്നു വഴി തെറ്റുമ്പോൾ. അപ്പോൾ നമ്മളിതാ ഈ ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, അതായത് ഇവിടെ ഒരു ഭാഗത്ത് തേയില ചെയ്യുക, ഒരു ഭാഗത്ത് തേയിലുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവും. ആ ഒരു ഷോട്ട് ഞങ്ങളിപ്പോൾ കണ്ട്. അതായത് ദൂരെ വ്യൂ പോയിൻ്റ് ഉണ്ടാവും. വ്യൂ ആ കുന്നിൻ്റെ അവിടെ മയക്കാറുണ്ട്. ഇവിടെ ഒരു മൂടി കിട്ടിയ അന്തരീക്ഷമായിരുന്നു നമ്മൾ വന്നപ്പോൾ. കണ്ട ഇവിടെ നിറച്ച് മയക്കാറുണ്ട്, കാർമേഘങ്ങളുണ്ട്. അങ്ങനെ ഒരു പാലം കഴിഞ്ഞ് ഇതാണ് പെരിയക്കോള മെയിൻ വഴി. ഇതിൽ കൂടി വേറെ സ്ഥലത്ത് കൂടി പോകണ്ടേ. ഇതിൽ കൂടി ചെറിയൊരു അരുവിയൊക്കെ കണ്ട് ഒരു സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ ഒരു സ്കൂളൊക്കെ അവിടെ സ്കൂൾ റോഡൊക്കെ പോയാണല്ലോ. റോഡ് കിട്ടാം ചേരലൊക്കെ ഇട്ടാണ്. ആ ചേരൽ ഇവിടെ ഇട്ടാണോ ഫുള്ള് തേയിലത്തോട്ട നിറച്ചത്. ഇതെന്തിനാണ് ഇടി സംഭവം? എന്താണ് മരം? എന്തോ ഒരു മരം, പേര് കുറുമയാ. കരിമ്പ എന്നല്ല.
ഫുള്ള് തേയിലത്തോട്ടട്ടാ. ഈ റോഡിൻ്റെ അരികിലൊക്കെ തേയിലത്തോട്ടണേ. അവിടെ ചെറിയ കിണറൊക്കെ ഉണ്ട്. കിണറിനല്ലേ ആണ് കിണറാണ്. പച്ച വെള്ളം. അവിടെയൊക്കെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് പണിയെടുക്കുന്നുണ്ട് അവിടെ. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ കുറേ പണിയെടുക്കുന്നുണ്ട്. കുറേ ഭാഗത്ത് അവിടെ വെള്ളം അഞ്ചിട്ടുന്നുണ്ട് തേയിലത്തോട്ടത്തിൽ. ഉണ്ടാ വെള്ളം നനച്ചെടുക്കണേ തേയിലക്ക്. ഇവിടെയൊക്കെ പണി നടക്കണ്ട. അതാണ് ഇവിടുത്തെ റോഡൊക്കെ അങ്ങനെ ഫുള്ള് കുണ്ടും പോയി ഇങ്ങനെ ഇളകിയോണ്ട് ഇവിടെ ഇതിനെക്കാട്ടി മോശമെന്നാണ് പറഞ്ഞത്. പിന്നെ ചേരലൊക്കെ ഇട്ട് സെറ്റാക്കിയാണ്. ഇവിടെ ഇനി ടാർ ചെയ്യുക. കാരണം അവിടെ ആ മണ്ണൊക്കെ ഇട്ടെന്നാ നിർത്തി. ഇവിടെ ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട്. ആ വണ്ടി വിറ്റ് നമുക്ക് കണ്ട് പോകാനിട്ടുള്ളൂ. ഒരൊറ്റ വണ്ടിക്ക് അതിൽ കൂടി പോകാനിട്ടുള്ളൂ. അതാണ് പ്രശ്നം. അവിടെ മരുന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമല്ല മരുന്നാണ്. ഇവിടെ പോയി വണ്ടിയാണ് ആ ഭാഗത്താണ് മരുന്നടിച്ചു കൊടുക്കണേ. ഫുള്ള് മരുന്നാണ്. വെള്ളമല്ല മരുന്ന്. സോറി, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് പുറത്തൊക്കെ ഒരു സാധനം വെച്ച് കണ്ട് സ്പ്രേ ചെയ്യുന്ന കണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ഇവിടെ നിന്നൊരു ഇടം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് തേയില ചുറ്റുമാണ് തേയില തൊട്ട്. അവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഉണ്ടോ. ഓഫ് റോഡ് കഴിഞ്ഞ് കുറച്ചൊരാക്കുള്ള റോഡ് കത്തിയിട്ടുണ്ട്. ഓഫ് റോഡ് കഴിഞ്ഞിട്ടിയാ. ഇതിന് വലിയ ഓഫ് റോഡ് അടുത്ത നമുക്ക് ഛർദിക്കാണ്ട്. അടുത്ത ഛർദി ഫുള്ള് ഛർദിയാണ്. അവിടെ ഫുള്ള് ഛർദിന്. അപ്പോൾ എത്ര വട്ടം ഛർദിക്കണേ? എത്ര വട്ടം ഛർദിക്കണേ? അറിയ കുറേ ആയി. അങ്ങനെ അടുത്ത പ്രശ്നമുള്ള റോഡ് കത്തി. ഇങ്ങനത്തെ റോഡുകൾ തന്നെ ഉള്ളൂ. അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിറച്ച പൂവുള്ള എന്തോ പൂവണ്ടില്ലേ? എന്തായാലും തൊട്ടാടിൻ്റെ പൂവല്ലേ. ഇവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ പുലി ഇറങ്ങി കേട്ടോ. പുലി ഇവിടെ വാരം പോവുച്ചാൽ ഇവിടെ അടി തൊട്ടോ സീനാണ്. കൊട്ടാരം എന്താണ് കൊട്ടാരം? ഡ്രാക്കുള കോട്ട. ഡ്രാക്കുള കുറച്ച് പോയാൽ നേരെ പോയാൽ അവിടെ ചെറിയൊരു ഇതെന്താ കൊള വെള്ളം കെട്ടിക്കുന്നുണ്ട്. ആ അങ്ങനെ തുടങ്ങി സ്ഥലത്തിരുണ്ട്. വീടെത്തി ആകണം ഓരോ വരാം. അവിടെ ആ ഭാഗത്തന്നെ ഇത് ചിരിച്ച ഒന്ന്. ഇതെന്ത് ചെറിയ അതെന്ത് ചെറിയ ഇതെന്ത് ചെറിയ ചിരിച്ച അങ്ങനെ പല്ലടി ചിരിച്ച. എൻ്റെ പല്ലൂടെ പല്ലൂടെ പല്ല് കണ്ണൂടെ കണ്ണ്
കണ്ണ് തൊള്ളീരോ? മുടിയുടെ മുടി മുടിയുടെ മുടി മുടിയുടെ ആ അപ്പൊ മൂക്കോ? മൂക്ക് മണക്കണ മൂക്കൂടെ? ഇവിടെ മൂക്കറിയില്ലടാ. നടക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അവിടെയാണ് ഇവിടെയാണ് ആണ്ട് കുറേ പോണെന്നാ പറഞ്ഞേ. പോയി വെക്കാം. ഏടാ തേയിലത്തോട്ടത്തുകൾ വച്ചേതാ? അത് നല്ല റോഡ് ഇതല്ലേ? എങ്ങനെ ഒരു കുണ്ടു അല്ല എങ്ങനെ ഒരു കുണ്ടു പോയേ? പക്ഷെ തേയിലത്തോട്ടം കാണണമെങ്കിൽ ഓർഡർ എടുത്താണെങ്കിൽ ഇത് കൂടി പോയി ദുബായിക്കൊക്കെ പറ്റുമോ? നമുക്ക് നേരെ മേലെ പോയി കണ്ട് കുറച്ചങ്ങോട്ട് പോവാണെങ്കിൽ ദുബായിക്ക് ഇവിടെ യൂടേപ്പ കണ്ടല്ലോ. ഇതായിരിക്കും ടവർ. ഇവിടെ എന്താ പശു? ആനെ സൂം ചെയ്ത് നോക്കാം. അവിടെ ഒന്നും ഇല്ലല്ലോ. അത് ഇതാണേ, എന്താ അറിയോ? വായ ഉണങ്ങിയതാണ്. വായ ഉണങ്ങിയാണ്. ഈ മറിയന്ത്ര മരം കണ്ട അലാക്കിലൊരു ജബറനാണ്. ഇതിന്റെ മുകളിൽ പുലി ഉണ്ടായിരുന്നു നോമ്പൻ പറഞ്ഞിട്ടുണ്ട്. കുരങ്ങൻ ചത്തപ്പോ കുരങ്ങനെ തിന്നാന്നാ. കാവ് അമ്പലം. മഹാത്മാ ഗാന്ധിയോ? മഹാത്മാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പിൻ്റെ അവിടെ ആ മല കണ്ട്. നമ്മളിങ്ങനെ നടക്കന്നെ. എന്താ അത്തിമൂല പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന. അത്തിമൂല ഇവിടെ വലിയ കറണ്ട് പാസിങ് ഉണ്ട്. ഇതിൽ കൂടി പോകാന്നാ പറഞ്ഞ. പക്ഷെ ഇതിൽ കൂടി ഇക്കൂടി പോവാ. അല്ല ഞാൻ പറഞ്ഞേ, ആ ചാളിയൊക്കെ ഉണങ്ങിയാണ് അവിടെ. അട്ടനും കുട്ടനും നെയ്യ. അട്ടൻ്റെ ട്രൗസർ ഇട്ട് ഓനെ കടിച്ചു ആദ്യം. പോട്ടെ അഡ്വഞ്ചർ പോട്ടെ. പോത്തോ എവിടെയുള്ളത്? പോത്ത താനെ നോക്കി കണ്ടില്ലേ? അസ്സലാമലൈക്കും. ഒരാൾ പോത്തിനെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നുണ്ട്. പോത്തിനെ കണ്ടിട്ട് പോത്തിനെ പേടിച്ച് പോത്ത് കുത്തും ചുറ്റ്. നമുക്ക് തൽക്കാലം തന്നെ പോവാം. തൽക്കാലം പോകാൻ ഫോട്ടോ എടുക്കണമെങ്കിൽ ആയിക്കൂടി ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എന്താ ക്യാമറ ചെയ്യണമെന്നോ? ചൂടിലൂടെയാണ് നമ്മളിപ്പോ നടന്നു പോകുന്നത്. എടുത്തു കയറില്ല നടന്നുകൊണ്ടിരിക്കുന്ന. ഏടാ വയനാട് ചൂട് കൂടുന്നുണ്ട് ഇപ്പൊ. അത് ഈ തർക്കുപ്പായിട്ടാണ്. ഇവിടെ എത്ര 1 കിലോമീറ്റർ ഉണ്ടാ? 1 കിലോമീറ്റർ ഉണ്ടാ? എത്ര ഉണ്ടാവും? 500 മീറ്റർ. നമ്മളിപ്പോ ഒരു 200 മീറ്റർ ആയിട്ടാ. എന്താ വയനാട്ടിലെ വയനാട്ടിലത്തെ വായണ്ടോളി. ഇതിനോ ഒറ്റൊന്നും കൊലിച്ചിട്ടില്ലല്ലോ. തുമ്പിയുടെ സൗണ്ടാ? കറണ്ടിന്റെ സൗണ്ടാ? ലൈനമ്മന്ന് സൗണ്ട് കേൾക്കുന്നു. കേൾക്കണ്ട അറിയില്ല നിങ്ങൾക്ക്. വീഡിയോ കേൾക്കും അറിയില്ല. ഒരു ക്രഞ്ചിങ് സൗണ്ട്. എല്ലാരും ഒന്ന് നടത്താൻ നിർത്തി.
ഒരു സൗണ്ട് കേൾക്കണ്ട അറിയില്ല. ഈ ലൈൻ പാസിംഗ് എന്നാണ് വലിയ കറണ്ട് പാസിങ് കേട്ടോ അവിടെ. ഇതിമെന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ അലാക്കിലെ ലൈൻ പാസിംഗ് എന്നിട്ടത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കറണ്ടിൻ്റെ. ഇതിമെന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അതന്നെ കറണ്ട് പാസിങ്. ഇതിങ്ങനെ പോയി നേരെ നേരെ തമിഴ്നാട്ടിൽ കൊടുക്കുക. ഇതെന്താ എത്താത്? ഇത് എത്ര പോണപ്പ? വയനാട്ടിലെ വായകൾ അതിന് കൂടെ കുറച്ച് വായകൾ. തൽക്കാലം അത്തിമൂലിക്ക് പോയി. അപ്പം പറ്റിച്ചു. അവിടെ എന്താ ഉള്ളു ചോദിച്ചപ്പം. അപ്പം പരീക്കനെ തിരിച്ചു പോണ്. അപ്പം പറ്റിച്ചു അടുത്ത സ്ഥലം കാണിച്ചിട്ട് കൊണ്ടുപോണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി വെക്കാം. അവിടെ എന്താ ഉള്ളത്? പാടോ? ഇത് ഫുള്ള് കൃഷിപ്പാടല്ലേ? എവിടെ കിട്ടാ? ഉണങ്ങിയൊന്നായത് എവിടെ ഒക്കെ ഉണ്ട്. എന്താടാ അവിടുന്ന് ഇപ്പൊ എന്താ അവിടുന്ന് ഇങ്ങണ്ട് നീ അവിടേക്ക് നടക്കണം. ഓ ഇതിന് മാസമായി നടക്കുന്നുണ്ട്. ട്രൗസർ ബായ് അനുജ് മറ്റേ പാടിന്ന് പാട്ട് ഏതായിരുന്നു? യൂട്യൂബിൽ പാടിയിരുന്ന അല്ല യൂട്യൂബില് ഈ ചാനലിൽ തന്നെ പാടിയിട്ടിരുന്നാ പാട്ടല്ല. എന്തേന്ന് എനിക്ക് ആ പാട്ട് ഓർമ്മ. എനിക്ക് ഓണാക്കി നോക്കിയാറേ ഓർത്തു വരണല്ല. ഓർമ്മട്ടണിയാ ഇതെന്താ ഈ വൈകുന്നേരം എന്താണ്? രാമാസാധ്യം കള്ളുംകുപ്പി കിട്ടച്ചാണ് പോയിക്കണ്. ഇവിടെ വൈബടിച്ച് കണ്ടുപിടിച്ചാണ്. ഇവിടെ നല്ല ശുദ്ധമായ വെള്ളമുണ്ട്. അടിപൊളി ശുദ്ധമായ വെള്ളമാണ്. ഇപ്പോൾ പറയണ്ടാ ഇനി ഇവിടെ വരെ മതി, ഇനി തിരിച്ചു പോവാം. വെറുതെ ആളെ പറ്റിച്ച് നടത്തിച്ചാൽ വേണ്ടി കൊണ്ടുപോവാ. നടത്തിച്ചാണ്ട് ഈ വോട് വരെ മതി, ഇനി തിരിയാൻ. എന്ത് മനസ്സിലാടാ ചെയ്യ? എന്നാ തിരിയാ വണ്ടി തിരിച്ചാടാ. ഇനി എങ്ങനെ പോകണ്ടേ? ഇനി ആ മഞ്ഞവണ്ടി പോവോ? ഇനി മഞ്ഞവണ്ടി പോവോ? കേരള കന്നുകാലി വികസന മാതൃക പുൽകൃഷി പ്രദർശനത്തോട്ടം. ഇതാ കണ്ടോളി. ഇതാ നമുക്ക് മല കാണാൻ പെടുന്നേ ഉണ്ടോ? മലകൾ ഇടയിൽ കൂടെ മരങ്ങളും ചെടികളും പുൽത്തകിടുകളും കാണാം. അവിടെ മഞ്ഞ്. ഇതൊക്കെ ഇവിടെ പുൽകൃഷി ഉണ്ടാ. കേരള പുൽകൃഷി പദ്ധതി. ഇതൊക്കെ പശു കണ്ട. പശു തിന്ന് നിറക്കട്ടെ വെച്ചിട്ട് ഇനി തിരിയാ. വണ്ടി തിരിച്ചോ പോവാ. ഇനി വീട്ടിലേക്ക് കിട്ടാ. അപ്പം ഇനി അവിടെ എത്തിയിട്ട് ഇനി വേറെ എന്തെങ്കിലും പോകണ്ടെങ്കിൽ കാണിച്ചു തരാം. തേയിലത്തോട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇരുപത്തിരണ്ട് നാട്ടെ ഈ സ്ഥലത്തിൻ്റെ പേര്. അത് രസപ്പെടുത്ത ഓരോ സ്ഥലത്ത് നമ്പറുകളാണ്. അവിടെ പോയി ഫോട്ടോ എടുക്കാം. അവിടേക്കൊക്കെ നമുക്ക് പോയി വെക്കണമെന്നുണ്ട്. ഓരോ വരയ്ക്ക് പോണേ പാണ്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കണം. ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ. അവിടെയൊക്കെ തേയിലത്തോട്ടം. ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകണേ. നല്ല മയക്കാറുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മയക്കാറുണ്ട്. കുറച്ച് നേരമായി മയത്തിട്ട് നല്ല കട്ട മയക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പെര കൊണ്ട്. ഇതാട്ടോ പെര. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കയറി നമ്മൾ ബാക്കി ഫോട്ടോ എടുത്തിട്ട് പറയാം. എന്താ ഈ പെരൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചരാ. അടിപൊളി കേട്ടോ. തേയിലത്തോട്ടത്തുള്ള വ്യൂ അവിടെ നിന്ന് കണ്ടോളി. ഉണ്ട് മോനെ. ഇവിടെ നല്ല മല കാണട്ട. മല കാണാം. ഇങ്ങനെ ലൈന് പോകണം. ഇതാ അവിടെ നിന്നുള്ള വ്യൂ. ഇനിയുണ്ട് പെരൻ്റെ മുമ്പിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. ഇതവിടെ മഞ്ഞിങ്ങനെ പോകണം. മേഘം ഓടെ നോക്കി കാണാം. ഉണ്ടാ അതാണ് ഇവിടുത്തെ വ്യൂ.
എന്താണ് ഞാൻ പറഞ്ഞ സ്ഥലം. നല്ല വ്യൂ ഉണ്ട്. മഴ ചെയ്യുമ്പോഴൊക്കെ ഇവിടെ അങ്ങനെ ഇരുന്നുകൊണ്ട് ഇവിടെ നിന്ന് നോക്കി ഉണ്ടോ കാക്ക ചേറിപ്പോയി. നമുക്ക് അവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റുമോ? നേരെ ഇല്ലാത്തട്ടോ ഒന്നാമത് പ്രശ്നം. ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ടേക്കണേ. നമുക്ക് നൈസായി താഴത്തേക്ക് തന്നെ പോവാം. നമുക്ക് ഏതായാലും ഏകദേശം പെരേക്ക് പോകുന്ന നേരെ അയക്കണേ. വീഡിയോ എൻ്റെ ആനയിക്കണേ. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇതല്ലേ ഒന്നായി ഇതിൽ കൂടി ഇങ്ങനെ നേരെ പോയത്. അവിടുന്ന് ഇരുന്നില്ലേ? നല്ല അടിപൊളി ഫോട്ടോ ഉണ്ട്. വീഡിയോ ക്ലിപ്പുണ്ട്, റെക്കോർഡറുണ്ട്. പോർട്രൈറ്റ് രസമുള്ള സ്ഥലം കേട്ടോ. ഫുള്ള് സ്ഥലം കണ്ടോളി. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കഴിക്കണം. മഴ ചെയ്യാനായിക്കണം. നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ കഴിയാണ്. പോയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഇവിടെ ഫോൺ വേണം കേട്ടോ. ഒരാളെ ഫോൺ വേണം. അതാ കണ്ടോളി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. രസമുണ്ടായി. നമ്മളിവിടെ പെരയെത്തിയപ്പോൾ ഫുള്ള് മഴ തൊട്ടാ. നമ്മളെ ഫുള്ള് നനഞ്ഞു. ഇതാ ഇവിടെ ഫുള്ള് ഈ ഡ്രസ്സൊക്കെ നനഞ്ഞു. ഇവിടെ ഫുള്ള് നല്ല മഴയാണ്. ഫുള്ള് മഴ. നമ്മളൊക്കെ നനയാണ്. ആകെ കുടുങ്ങിക്കണം. ഫുള്ള് ഡ്രസ്സ് ഫുള്ള് ഉണക്കാട്ടാണ്. ഡ്രസ്സും മൊബൈലൊക്കെ ഉണ്ട്. ഫുള്ള് ഉണക്കാട്ടാണ്. ഉണക്കാട്ടിട്ടും കാര്യം നീയാ നനഞ്ഞ എൻ്റെ കൈമത്തെ കെട്ട് ഫുള്ള് നനഞ്ഞിട്ടാ. മഴ ഇല്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ ചെയ്യാം. നമ്മളെ ഫോണൊക്കെ നനയില്ല.